പറയട്ടെ അനിൽ പറഞ്ഞു ഈ ഫാൻസ് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ഫാൻസ് ആയാലും ആദ്യത്തെ ദിവസം ഷോ പറയട്ടെ അവരല്ലേ പറയട്ടെ അവര് പണം മുടക്കിയിട്ട് അവരുടെ മെമ്പേഴ്സ് മുടക്കുന്ന പൈസ കിട്ടുന്നത് പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും തിയേറ്ററുകാർക്കുമാണ്. അപ്പൊ അതിന് പറഞ്ഞ നന്ദിയാട്ടോട് ഒരു കാര്യം ടിക്കറ്റ് അവരെടുത്തില്ലേ? നന്ദിയാട്ടെ എന്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒരു കസേര അവിടെ ഇട്ട് തരാം. വരിക തയ്യാറാണോ? ഞാൻ അങ്ങോട്ട് പോവാ. ഒരു ദിവസം പൈസ കൊണ്ട് പണം ഓടുവോ? ഇല്ല, ഓടത്തില്ല. ഫ്രാൻസ് ചെയ്ത കാര്യം പറയട്ടെ. മൂന്നാറിൽ വെളുപ്പിലെ മഞ്ഞ് കൊണ്ട് കിടക്കുന്ന കാറ് തള്ളി വിട്ട് സ്റ്റാർട്ട് ആക്കുന്ന രീതിയാണ് ഫസ്റ്റ് ഡേ ഇവർ ചെയ്യുന്നത്. ബാക്കി വേണം വണ്ടി ഓടിക്കണം. അത് കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്താ. ആ ഫസ്റ്റ് ഡേയുടെ ഇനീഷ്യൽ കളക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു ഫാക്ടറാണ്. പിന്നീട് ബാക്കി അങ്ങോട്ടുള്ള കളക്ഷൻ ചിലപ്പോൾ സിനിമ കൊള്ളത്തില്ലായിരിക്കാം, കാര്യങ്ങളായിരിക്കും. അത് ഡിപ്പെൻസ്. അത് എടുക്കുന്ന ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. പക്ഷെ ഫാൻസുകാര് ആരെയാണേലും സപ്പോർട്ട് ചെയ്തിരിക്കും. സൂര്യ ഫാൻസ് നമ്മള് കണ്ടന്റ് ആണ് മെയിൻ. അതിലേക്ക് ആദ്യം ഫാൻ ഷോയിലൂടെ ആളെ എത്തിക്കുന്നത്. ഇവര് റെഗുലർ ഷോ കൂടാതെയാണ് നമ്മൾ ഫാൻ ഷോ എടുക്കുന്നത്. അതിന്റെ ലാഭം ഇവർക്ക് തന്നെയാണ്, നമ്മൾക്കല്ല അതിന്റെ ലാഭം. അപ്പൊ അതും ആ ലാഭവും പറ്റിയിട്ട് നമ്മളെ കുറ്റം പറയാണ് പിന്നെയും ചെയ്യുന്നത്. അറിയുന്നുണ്ട്, തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ പ്രൊമോഷൻ വന്നപ്പോ അദ്ദേഹം നമ്മളുടെ ഇവിടെ രോഗികൾ, എനിക്ക് കിഡ്നി പേഷ്യന്റിനാണെന്ന് തോന്നുന്നു, 1 ലക്ഷം രൂപ കൊടുത്തത് അദ്ദേഹം മെൻഷൻ ചെയ്തു ഇവിടെ ലുലു മാളിൽ വെച്ച്. നല്ല മനുഷ്യനാണ് തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് മീറ്റിന് പോയി കഴിഞ്ഞാൽ മറ്റവന്റെ പടത്തിന് പോയി കൂവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പടം കാണണം എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, നിങ്ങളുടെ വിദ്യാഭ്യാസം ഇല്ല. അതെ, ഈ ഇനീഷ്യൽ കളക്ഷൻ ഇപ്പം തിയേറ്ററുകാർക്ക് നമ്മളെ കൊണ്ടുള്ള ഉപകാരം എന്തിനാണ് ചോദിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില പടങ്ങളിൽ നല്ല എമൗണ്ട് ആയിരിക്കും തിയേറ്ററുകാർ കൊടുക്കുന്നത്. 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ആയിരിക്കും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ വിതരണക്കാർ ചോദിക്കുന്നത്. ആ സമയത്ത് ആ പടം ഓടുമെന്ന് അവർക്ക് തന്നെ വല്ല പിടുത്തം കാണൂല. ഇതിന് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കിടന്ന് രാപ്പകലില്ല കഷ്ടപ്പെട്ട് ഫ്രണ്ട് മൊത്തം ഫ്ലക്സും അടിച്ചു വെച്ച് പാലോഷവും ചെയ്ത് ഈ പറയണ അതിനൊരു ഓളം ഉണ്ടാക്കി ഈ പടം എന്തോ വലിയ സംഭവം ആക്കി തീർത്ത് അവിടെ വെറുതെ പോണവനെ പിടിച്ച് അതിനകത്ത് കയറ്റി അവർക്കൊരു ഇനിഷ്യൽ കളക്ഷൻ നമ്മൾ തന്നെ എടുത്ത് കട്ടൗട്ട് എല്ലാം അല്ല ചിലപ്പോൾ ഇവര് 4 കുപ്പി പാലും വാങ്ങിച്ച ഷെണായിസിന്റെ വരാൻ ഷെണായിസിൽ ആള് കയറും. അത് അവരുടെ ഷോയിന്റെ സമയത്ത് ചെയ്യുന്നതാണ്. അതൊരു ആഘോഷമായിട്ട് ഞങ്ങൾ എടുക്കുന്നുള്ളൂ, ആ സ്പിരിറ്റിൽ എടുക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ 10 കൊല്ലം മുമ്പ് ചെയ്ത ആ പോളിസി മാറ്റണം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഫ്ലെക്സ് ഒട്ടിച്ച് അവിടെ ആളെ നിർത്തിയിട്ട് നല്ലതാണെങ്കിൽ 3 ദിവസം ചെയ്യുന്നു. പക്ഷെ തിയേറ്റർ കൊടുക്കുന്ന പൈസ എത്രയാണ്? തിയേറ്റർ അത് വിടും. ആ പൈസ തിയേറ്റർ കൊടുക്കുന്ന പൈസ ഞങ്ങളെ ഈ പറഞ്ഞു കഴിയട്ടെ. പൈസ എന്ന് പറഞ്ഞാൽ പണ്ടാരത്തിനിടുന്ന പോലെയാ, തിരിച്ചു കിട്ടത്തില്ല. തിയേറ്ററിൽ കൊടുക്കുന്ന പൈസ പണ്ടാരത്തിൽ ഇടുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്കും തിയേറ്ററുകാർക്കും ഉള്ളതാണ്. ഞാൻ അതിന്റെ കാര്യമല്ല പറയാം. നിങ്ങളുടെ ആൾക്കാർ സാധാരണ ഇപ്പൊ ഞങ്ങൾ കുറെ കൊല്ലമായി തിയേറ്റർ നടത്തുന്നു. ആ ഒരു ഷോ കഴിഞ്ഞാൽ ഒരാള് പിന്നെ നിങ്ങളുടെ ഫാൻസിന്റെ ആ തിയേറ്ററിൽ ഉണ്ടാവില്ല. സിനിമ മോശമാണെങ്കിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയണേ. സിനിമയ്ക്ക് മീൻസ് സാറ് പറഞ്ഞു ഇതുപോലെ ആളില്ലെന്ന്. അപ്പൊ അത്രയും വെച്ച ഫ്ലെക്സ് കാര്യങ്ങൾ ഇതെല്ലാം അത്രയും നാള്, അതായത് ആ സിനിമ ഓടുന്ന വരെ അവിടെ നിൽക്കുവാണ്. നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഫാൻസ് ഇല്ലെങ്കിൽ പോലും ഫാൻസിന്റെ ഒരു പവർ കാര്യങ്ങൾ, ആ നടന്റെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് ഈ ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം. സാർ പറഞ്ഞു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഉടനെ ഫാൻസ് സാർ പോകും. അത് ഏതൊരു താരത്തിന്റെ സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിൽ തിയേറ്ററിൽ ആള് വരില്ല. ഇപ്പോ ഓൺലൈൻ മീഡിയകൾ സജീവമാണ്. ഈ ആയിരക്കണക്കിന് വരുന്ന ഫാൻസ് അസോസിയേഷനിലെ പ്രവർത്തകർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യും ഫേസ്ബുക്ക് വഴി. അത് ആയിരക്കണക്കിന് ആൾക്കാർ കാണും. അതിൽ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ തിയേറ്ററിൽ വരുന്നുണ്ട്. അതൊന്ന്. പിന്നെ നേരത്തെ മറ്റു സുഹൃത്ത് പറഞ്ഞു ഓൺലൈൻ മീഡിയ വഴി ഫാൻസ് തെറി വിളിക്കുന്നു പറഞ്ഞു. ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടുകളാണ്. പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി സൈക്കോപാത്തുകളായിട്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഒരു ഫാൻസ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖമുള്ള ഇത് ഞാൻ അവരെയും യഥാർത്ഥ ഫാൻസായിട്ട് ഒരിക്കലും കാണൂല. അല്ലല്ല, പക്ഷെ അത് സംഭവിക്കാറുണ്ട്. നേരത്തെ അങ്ങനെ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞ കാര്യം
സാർ, ഏറ്റവും- നീയൊന്നും മറുപടി ഏറ്റവും പറയട്ടെ. നന്നായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെക്കാളും ഏറ്റവും മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഫാൻസ് അസോസിയേഷൻ. കള്ള അക്കൗണ്ടിനാണോ ഏറ്റവും- കാണിക്കുന്നത്? അല്ല, ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു, രക്തദാന ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ചികിത്സാ സഹായം, ഇത് പഠന സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കുന്ന ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനം. നേരത്തെ അതുപോലെ മറ്റേ ആ സാറ് പറഞ്ഞതുപോലെ ഈ ഒരു ജോലിയും കൂലിയും ഇല്ലാതെയല്ല നടക്കുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് ജോലിയും കൂലിയും എല്ലാം ഉള്ള ആൾക്കാരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.